ഇത് നമ്മൾ അച്ഛന് സമർപ്പിക്കാൻ ഒരു കാരണമുണ്ട്. അച്ഛന്റെ നാട് എവിടെയാ? എന്റെ നാട് ജനിച്ച സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാലിലാണ്. അപ്പൊ കോളിച്ചാലുകാർക്ക്, കാസർഗോട്ടുകാർക്ക് നമ്മൾ ഇത് സമർപ്പിക്കുകയാണ്. അച്ഛനെ കൊണ്ട് തന്നെ നമ്മളത് വായിപ്പിക്കാൻ പോവാണ്. കാസർഗോട്ട് നിന്നാണ് നമ്മുടെ ഇന്നത്തെ വിഭവം. തീർച്ചയായും വ്യത്യസ്തമായ രുചികൾ തേടി യാത്ര പോകുന്നവരാണല്ലോ നമ്മൾ ഏറെയും. എന്നാൽ രുചികൾ നമ്മളെ തേടിയെത്തിയാലോ? ലോകത്തിലെ രുചി വൈവിധ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവങ്ങൾ കാസർഗോട്ടുമുണ്ട്. ഇനി പുതിയ രുചികൾ തേടി കേരളത്തിൻ്റെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ബോംബെ തെരുവുകളിൽ മാത്രം കണ്ടുവരുന്ന വിവിധ വിഭവങ്ങളാണ് കാസർഗോട്ടുള്ളത്. പുത്തൻ രുചികളുമായി കാസർഗോഡ് വരെ പോയി വരാലോ? തീർച്ചയായും എൻ്റെ നാട്ടിൽ നിന്ന്. അതെ, ഒരുപാട് കാലമായി കേരളത്തിന്റെ പുറത്തു നിന്നൊക്കെ കുറച്ചൊന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ ഈ സമയത്തിന്റെ തിരക്കും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളൊക്കെ മടിച്ചുകൊണ്ട് ഒന്നും നടക്കാത്തൊരു സാഹചര്യം. എന്നാൽ പിന്നെ കേരളത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കഴിച്ചു നോക്കിയാലോ? വരും. ബോംബെ വിഭവങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ വിഭവങ്ങളെ പേരുകൾ ഒന്ന് പറയാമോ? ഇത് ബോംബെ റോളാണ്. ഇത് ബോംബെ ബൈദ റൊട്ടി എന്ന് പറയും. സാധാരണ ഈ കേരളത്തിലൊന്നും ഇങ്ങനെയുള്ള വിഭവങ്ങളൊന്നും കാണാറില്ല. നിങ്ങൾ പുറത്തുനിന്ന് തന്നെ? നമ്മളടുത്ത് മാത്രം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് ഉണ്ടാക്കുന്ന വിധങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇതിൽ ബാറ്ററായിട്ട് വരുന്ന മൈദയാണ്. പിന്നെ അകത്ത് ബീഫിൻ്റെയോ ചിക്കൻ്റെയോ കീമ വെക്കും നമ്മളതിൽ. ഇതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ബുൾസൈ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ കൊടുക്കും. ഇതിൽ ഓംലേറ്റ് വെക്കും നമ്മൾ റോൾ ചെയ്യുമ്പോൾ. ഇതിൽ ബുൾസൈ ആയിട്ട് ഒഴിച്ചിട്ട് അത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കും. സാധാരണ ഈ റോളുകളൊക്കെ ഇവിടെ ഉണ്ട്, അതായത് ചിക്കൻ റോളായാലും ബീഫ് റോളായാലും ഇവിടെ. അതിന് എന്തൊരു വ്യത്യാസമുള്ളത്? അത് നോർമലി സമൂസൻ്റെ അതിലാണ് ചെയ്യുന്ന റോളുകളെല്ലാം. ഇത് നോർമലി കീമയിൽ ചെയ്യുന്നതാണ്. അതാണ് ബോംബെയിൽ സ്ട്രീറ്റിൽ മാത്രം അവൈലബിൾ ആണ്. അത് റമദാൻ്റെ ആ ടൈമിന് മാത്രം സ്പെഷ്യലായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം. എല്ലാ ഡേയ്സും നമ്മളെടുത്തുണ്ട്. വേറെ എവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു വെറൈറ്റി ആയ കാരണം ഇത് കഴിക്കാനായിട്ട് വൈകുന്നേരം ചായയും ഒരു റോളും കഴിക്കാനായിട്ട് തന്നെ ആൾക്കാർ വരും. കേരളത്തിൽ തന്നെ മൊത്തം ഇവിടുന്ന് ഇപ്പോൾ മിക്കവാറും എറണാകുളം വരെ എനിക്കറിയാം. മിക്കവാറും കാണാത്തൊരു ഐറ്റമാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, കഴിക്കാറുണ്ട്. രാത്രിയൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് പോകുമ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് കഴിക്കും. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, അടിപൊളിയാണ്. ടേസ്റ്റ് നല്ലതുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കാസർഗോഡ് കിട്ടിയിട്ടുള്ളൂ, വേറെ എവിടെ കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. ഇവിടെ ചീപ്പുമാണ്, ബെസ്റ്റുമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ബോംബെ തെരുവുകളിൽ മാത്രം കണ്ടുവരുന്ന വിഭവങ്ങൾ കാസർഗോഡും എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വഴി യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇങ്ങ് വരിക. നല്ല വിഭവങ്ങളൊക്കെ കഴിച്ചു പോവാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.